പിന്നെ ഒരു വാട്ടർമെലൺ മൊജിറ്റോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഫ്യൂ പീസസ് ഓഫ് വാട്ടർമെലൺ ഇതിലിട്ടു. കൂടെ തന്നെ ഒരു 1/4 ഗ്ലാസ് കോൾഡ് വാട്ടർ ഒഴിച്ചു. ഇനി ഞാനിതിനെ ഒന്ന് അടിച്ചിട്ട് വരാം. ഞാനിത് അടിച്ചുകൊണ്ട് വന്നു. ഇനി ഇതിനെ ഞാനിങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് എന്താ, ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യുമിൻ പൗഡർ, ഓൾസോ ആഡിങ് എ ബിറ്റ് പെപ്പർ പൗഡർ കുറച്ച്. എന്നിട്ട് ഐ എം ആഡിങ് സം പിങ്ക് ഹിമാലയൻ സോൾട്ട്, വെരി ലിറ്റിൽ. ഇതും ആഡ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് ജസ്റ്റ് ക്രഷിങ് ഇറ്റ് മീൻസ് വിത്ത് എ സ്പൂൺ. ദിസ് ഐ എം ഗോയിങ് ടു ഡു ലൈക്ക് ദിസ്. ഇങ്ങനെ വെറുതെ ഒന്ന് ഇതിനെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്യും കേട്ടോ. അത് നന്നായി ക്രഷ് ചെയ്ത് അതെല്ലാം ഇങ്ങനെ കഷ്ണമാവും അല്ലേ. ഞാനിങ്ങനെ ഇതിനെ കുറച്ച് ക്രഷ് ചെയ്തു. ഇനി ഐ എം ഗോയിങ് ടു ആഡ് സം ഐസ് പീസസ് കേട്ടോ. ഇതിലേക്ക് 2-3 ഐസ് കഷ്ണങ്ങൾ ഇങ്ങനെ ചേർക്കുക. കണ്ടോ, കുറച്ച് മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്യാണ്. കുറച്ച് നാരങ്ങ നീര് സ്ക്യൂസ് ചെയ്യുക. കണ്ടോ. എന്നിട്ട് ഐ എം ഗോയിങ് ടു ആഡ് സം ചിയ സീഡ്സ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചിയ സീഡ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഗോയിങ് ടു ആഡ് ദ ജ്യൂസ് ദറ്റ് ഐ പ്രിപ്പയർ ചെയ്ത വാട്ടർമെലൺ ജ്യൂസ് ആഡ് ചെയ്യാൻ. കണ്ടോ, ഇത് ആഡ് ചെയ്തു. എന്നിട്ട് എല്ലാം കൂടി നല്ലൊരു ഷെയ്ക്ക് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് ഇടുക. സം മോർ ആഡ് ചെയ്യുക. ഇറ്റ് ലുക്സ് വെരി ഗുഡ്. സം മോർ യു ക്യാൻ ആഡ്. വെരി ഗുഡ്. കൂളിംഗ് ആണ് ഈ സബ്ജ സീഡ്സ്, ദേഹത്തിന് വളരെ ഒരു കൂളിംഗ് ആണ്. നാരങ്ങ വയ്ക്കുക. ഇതിൻ്റെ മുകളിൽ ഈ പുതിന ഇങ്ങനെ വയ്ക്കുക. ലുക്ക് വെരി റിഫ്രഷിങ് മൊജിറ്റോ. വേനൽക്കാലത്ത് നല്ലൊരു റിഫ്രഷിങ് റിലാക്സിങ് വാട്ടർമെലൺ മൊജിറ്റോ.